അത് വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല. അവൻ സ്തോത്രം. ഇവയെല്ലാം ഞാൻ പുലർത്തുന്നെങ്കിൽ അവയേക്കാൾ എത്രയോ അധികമാണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ അവൻ സ്തോത്രം നാളത്തേക്ക് എന്ത് ചെയ്തു? നമ്മൾ നാളത്തേക്ക് പത്തായത്തിൽ കൂട്ടി വെച്ചിട്ട് പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മൾ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവ് പറഞ്ഞു, മക്കളെ നാളത്തേക്ക് നീ പുറക്കി വയ്ക്കണ്ട, നാളത്തേക്കുള്ളത് എന്റെ പക്കൽ നിനക്ക് തരുവാനുണ്ട്. സ്തോത്രം. അവൻ അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട. നീ രാവിലെ നീ പാത്രവുമായി വന്നാ മതി. അവൻ സ്തോത്രം പെറുക്കുവാൻ കണക്കിന് മഞ്ഞിൽ പൊതിഞ്ഞ് ഞാൻ മന്നായിട്ട് വച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ടും അവൻ ചില വിദ്വാൻമാർക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അവര് പറഞ്ഞു, ഇനി കർത്താവ് പറഞ്ഞു ഇന്ന് മന്ന വന്നു, ഇനി നാളെ മന്ന വന്നില്ലെങ്കിലോ? ഹലോ, നമ്മുടെയൊക്കെ പ്രശ്നം അതല്ലേ? ഇന്ന് കിട്ടി, നാളെ ജോലി കിട്ടിയില്ലെങ്കിലോ? ഇത് നമ്മള് അവൻ പ്രയാസപ്പെട്ടിരിക്കുക. സ്വർഗം പറഞ്ഞു, നീ നാളെ കുറിച്ച് വിചാരപ്പെടണ്ട. എന്തു തിന്നും, എന്തുടുക്കും, സ്തോത്രം എന്ന് നാളെ കുറിച്ച് വിചാരപ്പെടരുത് മക്കളെ. അന്നത്തേക്കുള്ള ദോഷം മതിയെന്ന് വൈപ്പിനെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കാതെ നാളത്തേക്കും കൂടെ പറക്കി വെച്ചു. നാളെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇത് കൃമിക്കുകയും വല്ലാണ്ട് ദുർഗന്ധം അനുഭവിക്കുവാനും തുടങ്ങി. ഈ മഞ്ഞയുടെ പ്രത്യേകത